നമസ്കാരം. നമ്മുടെ ഡോക്ടർ തുടങ്ങുകയാണ്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കോഴിക്കോട് മേത്ര ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഡോക്ടർ മുഹമ്മദ് അഫ്രോസ്. ജനറൽ മെഡിസിനാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ സൂപ്പർ ബഗ്സ്, അതായത് പ്രതിരോധ മരുന്നുകൾ അമിതമായി ഉപയോഗിക്കുമ്പോൾ വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളും ആളുകൾക്കുണ്ട്. ഏതെല്ലാം തരത്തിലാണ്, എങ്ങനെയാണ് ഇതെല്ലാം ഉപയോഗിക്കേണ്ടതെന്ന്, അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ പറയുന്നത്. സ്വാഗതം ഡോക്ടർ. സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് സൂപ്പർ ബഗ്സ് എന്നുള്ളൊരു ടേമിൽ നിന്ന് തന്നെ തുടങ്ങാം. പലപ്പോഴും അതത്ര ഫെമിലിയർ ആയിട്ട് വരുന്നില്ല ആളുകൾക്ക്. സൂപ്പർ ബഗ്സ് എന്നത്, അതായത് ബഗ്സ് എന്നത് നമുക്കറിയാം, അതൊരു ബാക്ടീരിയ അല്ലെങ്കിൽ രോഗാണുവിനെ വിളിക്കുന്ന പേരാണ് ബഗ്സ് എന്നത്. ഈ രോഗാണുവിന് കാലങ്ങളായിട്ട് വന്ന വ്യതിയാനങ്ങൾ, അത് മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടാവാം, അല്ലാതെയാവാം. ഈ വ്യതിയാനങ്ങൾ കാരണം നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സ് പ്രതിരോധിക്കാനുള്ള ശക്തി, അതായത് സൂപ്പർ പവർ, ഈ ബാക്ടീരിയകൾക്ക് ആർജിക്കുകയും അത് കാരണം നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സ് പ്രതികരിക്കാത്തൊരവസ്ഥ വരികയും, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അത് കാരണം പനി കാരണം ഒരു പനിയോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ വന്നിട്ട് അതിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ രോഗി മരണപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ, അതുണ്ടാക്കുന്ന ബഗ്സിനെയാണ് നമ്മൾ ശരിക്കും സൂപ്പർ ബഗ്സ് എന്ന് പറയുന്നത്. പക്ഷേ അത് കുറച്ചും കൂടി ക്ലിയറായിട്ട് പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു 40 വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ സാധാരണ ഒരു ന്യൂമോണിയ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന അണുക്കൾ, ഈ കോളി, ക്ലബ്സിയല്ല ഇതുപോലത്തെ അണുക്കൾ, ഈ അണുക്കൾക്ക് സാധാരണ നമ്മൾ ഈ അണുക്കളാണ് ഇതുണ്ടാക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സാധാരണ ഒരു 40 വർഷം മുമ്പൊക്കെ ഒരു ഓറൽ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഗുളികൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ അണുക്കളെ നശിപ്പിക്കാൻ പറ്റുമായിരുന്നു. അത് കുറച്ച് വർഷങ്ങൾക്ക് കഴിയുമ്പോൾ ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക്സ് വേണ്ട ഒരവസ്ഥയിലെത്തി. കുറച്ചും കൂടി കഴിഞ്ഞപ്പം അല്ലെങ്കിൽ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഈ അവസ്ഥ വീണ്ടും മാറി. മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ഓർഗാനിസംസ് വരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയ നശിപ്പിക്കാൻ 10 ആൻറ്റിബയോട്ടിക്കുകൾക്ക് പ്രാപ്തമെങ്കിൽ ഇതിൽ 7 ആൻറ്റിബയോട്ടിക്, ഉദാഹരണത്തിന് 7 ആൻറ്റിബയോട്ടിക്സിനും ഈ ബാക്ടീരിയ നശിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ. നമ്മുടെ കയ്യിലുള്ള റിമൈനിങ് വെപ്പൺസ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് വെറും 3-ൽ ചുരുങ്ങുന്നൊരവസ്ഥ. ആ കാലഘട്ടവും മാറി. ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം ടോട്ടൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പാൻ ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഈ അവസ്ഥ ഉണ്ടാക്കുന്നത്, അതായത് അത് ഇന്ന് അതായത് ഒരു പനി വരുന്നു, ഒരു രോഗിക്ക് ഒരു പനി വരുന്നു, ഈ സൂപ്പർ ബഗ് കാരണമാണ് ആ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നെങ്കിൽ ആശുപത്രിക്കും ഡോക്ടർമാരും കൈമലർത്തേണ്ട ഒരവസ്ഥ വരികയും രോഗി ഈ പനി കാരണം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കാരണം വേറെ ആൻറ്റിബയോട്ടിക്സ് നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് മരണം സംഭവിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. അതാണ് ഈ സൂപ്പർ ബഗ്സിൻ്റെ പ്രാധാന്യം. ഈ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ഒരു രോഗത്തിനെ പ്രതിരോധിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഉപയോഗിച്ച് ശീലിച്ചത് ഒരു രോഗം മാറുന്നതിന് വേണ്ടി, അതായത് വന്നതിന് ശേഷം ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. സത്യത്തിൽ അതുതന്നെയാണ് അതിൻ്റെ ഒരു യഥാർത്ഥ വശം. കാരണം ഇതൊരു പ്രിവെൻറ്റീവ് മെഡിസിൻ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതാണോ? അല്ല, ആൻറ്റിബയോട്ടിക്സ് എന്നത് നമ്മൾ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ആ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷന് ആ അണുവിന് ഏതാണ് അറ്റാക്ക് ചെയ്യാൻ ഉപയോഗപ്പെടുന്ന ആൻറ്റിബയോട്ടിക്സ്, അത് പല ഗണങ്ങളുണ്ടല്ലോ. ആൻറ്റിബയോട്ടിക്സിന് ഒന്നൊന്നുമില്ല, 1000-കണക്കിന് ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. ഈ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്ന അപ്പോഴാണ്. അല്ലാണ്ട് പ്രിവെൻറ്റീവായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല ഈ ആൻറ്റിബയോട്ടിക്സ് എന്നത്. അത് വേറെ ഘടകങ്ങളാണ്. ഈ വാക്സിൻ പോലത്തെ ഘടകങ്ങളാണ് നമ്മൾ പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുക. അല്ലാതെ ആൻറ്റിബയോട്ടിക്സ് ഒരിക്കലും നമ്മളൊരു പ്രിവെൻഷന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു സാധനമില്ല. അതുകൊണ്ടാണ് ഈ ആൻറ്റിബയോട്ടിക് മിസ്യൂസ് അല്ലെ അബ്യൂസ് വരുന്നത്. എപ്പോഴും നമ്മൾ പറയാറുണ്ട് ആൻറ്റിബയോട്ടിക് നമ്മൾ അബ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ വ്യാപകമായി അളവിൽ കവിഞ്ഞ് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ടേം തന്നെയാണ്. പലപ്പോഴും മെഡിക്കൽ ടേമിൽ അത് വരുന്നുണ്ട്, ടെർമിനോളജിയിൽ വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട്. സത്യത്തിൽ എന്താണ് അതിൻ്റെ ഒരു വശം? നമ്മൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇത് അളവിൽ കൂടുതലാണ് എന്നോ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ടാർഗറ്റ് എന്താണ്? 10 വർഷങ്ങൾക്ക് മുന്നെയാണ് നിങ്ങൾ ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നത്, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം മനസ്സിലാക്കിയത്, ആരോഗ്യമേഖല മനസ്സിലാക്കിയിരുന്നത്, ആൻറ്റിബയോട്ടിക്സ് ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക് അബ്യൂസ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഓവർ ഡോസേജ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ആൻറ്റിബയോട്ടിക് മിസ്യൂസ്, റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന ആശുപത്രികളായിരുന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇൻഫെക്ഷൻ കൺട്രോൾ, എൻ്റെ ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ കൺട്രോളിൽ ഒരു അംഗം എന്ന നിലക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ ഇന്ന് എല്ലാ ഹോസ്പിറ്റലുകളിലും ശക്തമായ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമുള്ളതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗങ്ങൾ ആശുപത്രികൾ കുറഞ്ഞിരിക്കുകയാണ്. മനസ്സിലാക്കേണ്ട വിഷയം, ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ അത് വളരെ സർപ്രൈസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഇന്ന് 80% ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന 80% ആൻറ്റിബയോട്ടിക്സുകളും ഉപയോഗിക്കപ്പെടുന്നതും എനിക്കും നിങ്ങൾക്ക് പനി വന്നാലല്ല, മറിച്ച് അത് കന്നുകാലികളിലാണ്. ആടുകളിൽ, മാടുകളിൽ, കോഴികളിൽ, മത്സ്യങ്ങളിൽ, വെജിറ്റബിൾസുകളിൽ ഉപയോഗിക്കുന്ന 80%, വെറും 20% ആൻറ്റിബയോട്ടിക്സ് മാത്രമേ ഇന്ന് നമ്മൾ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. എന്തിനു വേണ്ടി? ഈ ആടുമാടുകളുടെ രോഗം മാറാൻ വേണ്ടിയല്ല ഇത് ഉപയോഗിക്കുന്നത്, അതാണ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഗ്രോത്ത് പ്രൊമോഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ ആടുമാടുകൾക്ക് അല്ലെങ്കിൽ മത്സ്യങ്ങൾക്ക് പെട്ടെന്ന് വളർച്ച ഉണ്ടാകും. 4 മാസം കൊണ്ട് വളരേണ്ട ഒരു
ഒരു മൃഗം 2 മാസം 1 മാസം കൊണ്ട് ആനിമൽ ഇൻഡസ്ട്രി വളരാൻ വേണ്ടിയുള്ള ഒരു രൂപമായി. ഏതായാലും നമുക്ക് അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്കെല്ലാം വരാം. അതിനു മുമ്പ് നമുക്കൊരു സംശയവുമായിട്ട് പെരിന്തൽമണ്ണയിൽ നവീൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. നവീൻ, ഡോക്ടറുണ്ട്, ചോദിക്കാം. തീർച്ചയായിട്ടും. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഞാൻ നവീൻ പെരിന്തൽമണ്ണയിൽ വിളിക്കുന്നത്. യെസ്, പറഞ്ഞോളൂ നവീൻ. അപ്പോൾ ഈ സൂപ്പർ ബഗ്സ് എന്ന് പറയുന്ന ഒരു സാധാരണ ഞങ്ങളെ പോലുള്ള ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ കഴിയുക? ഇതും ആന്റിബയോട്ടിക്കും തമ്മിൽ എന്താണ്? സൂപ്പർ ബഗ്സ് എന്നത് ബാക്ടീരിയയാണ്. ആൻറ്റിബയോട്ടിക്സ് എന്നത് ഒരു മരുന്നാണ്, മനസ്സിലല്ലേ? ഈ മരുന്നുകളെ ഉപയോഗിക്കുന്ന ഈ ആൻറ്റിബയോട്ടിക് ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ആൻറ്റിബയോട്ടിക് എന്നത്. സൂപ്പർ ബഗ് എന്നത് നമുക്ക് സാധാരണഗതിയിൽ ഒരു സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളിപ്പം ബ്ലഡ് കൾച്ചർ, ഒരു പനി വന്നു, അവരുടെ ബ്ലഡ് സാമ്പിൾ എടുക്കുന്നു, ബ്ലഡ് കൾച്ചർ എടുക്കുന്നു. ആ കൾച്ചറിൽ അത് പോസിറ്റീവായിട്ട് വരുമ്പം അതിന് നമുക്കൊരു ലിസ്റ്റ് കിട്ടും. ഇത്തരം മരുന്നുകൾ ഈ അണുവിന് റെസിസ്റ്റൻ്റ് ആണ് എന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുക ഇതൊരു സൂപ്പർ ബഗ്ഗാണോ അതല്ല സെൻസിറ്റീവായിട്ടുള്ള ഓർഗാനിസം ആണോ എന്ന്. ബാക്ടീരിയ ഒരു സാധാരണ വ്യക്തിക്ക് ഇത്തരം ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? പെട്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? സാധാരണ ലക്ഷണങ്ങൾ അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. മുമ്പുണ്ടാക്കുന്ന ന്യൂമോണിയ തന്നെ, മുൻപുണ്ടാക്കുന്ന മൂത്രക്കടച്ചിൽ തന്നെ, മുമ്പ് ഉണ്ടാക്കുന്ന ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ തന്നെയേ ഈ ബാക്ടീരിയ ഇന്നും ഉണ്ടാക്കുന്നതുള്ളൂ. പക്ഷേ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്സ്, മുമ്പ് ഉപയോഗിച്ച ആൻറ്റിബയോട്ടിക്സ് ഇന്ന് എന്ത് ചെയ്യുന്നില്ല, ഈ ബാക്ടീരിയക്ക് എതിരായി പ്രവർത്തിക്കുന്നില്ല. അതിനേക്കാൾ ശക്തി ആർക്ക് വർദ്ധിച്ചു? ഈ ബാക്ടീരിയക്ക് വർദ്ധിച്ചു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സൂപ്പർ ബഗ്സ് എന്ന് തന്നെ വിളിക്കുന്നത് തന്നെ. ഇതിന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വല്ല കാരണമാവുന്നുണ്ടോ? തീർച്ചയായും ലൈഫ് സ്റ്റൈൽ എന്നുള്ളതല്ല, നമ്മുടെ കമ്മ്യൂണിറ്റി സാനിറ്റേഷൻ, നമ്മുടെ വൃത്തി, ഹൈജനിസിറ്റി ഒക്കെ കാരണമാകുന്നുണ്ട് ഇതിന്. കാരണം ലൈക്ക് ഇപ്പോൾ ചെന്നൈയിൽ അടുത്ത് നടന്നൊരു പഠനത്തിൽ തെളിയിച്ചത് ഹോസ്പിറ്റലുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ കഴിഞ്ഞ 6 മാസമായിട്ട് ഒരു ഹോസ്പിറ്റൽ പോലും കയറാത്ത ആൾക്കാർ, അവരെ രോഗിയെന്ന് വിളിക്കാൻ പറ്റില്ല, അവരുടെ മലം സാമ്പിൾ എടുത്തപ്പം 5 മുതൽ 10% വരെ പേർക്ക് ഈ സൂപ്പർ ബഗ്സ് കണ്ടതായിട്ട് കാണുന്നുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ്, ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ്, NDM1 കേട്ടിട്ടുണ്ടാവും. ഡൽഹി, അതിൻ്റെ പേര് തന്നെ ന്യൂ ഡൽഹി മെറ്റലോ ബീറ്റാ ലാക്ടമേസ് എന്നാണ്. ഈ അണു എന്ന് പറയുന്നത് വളരെ ശക്തമായ അണുവാണ്. കാർബപ്പെനം എന്ന് പറയുന്ന ഏറ്റവും പവർഫുള്ളായ ആൻറ്റിബയോട്ടിക് പോലും പ്രതികരിക്കാത്ത ഈ അണു ഡൽഹിയുള്ള, അതിൻ്റെ പേര് ഡൽഹിയിൽ നിന്ന് വരാൻ തന്നെ, ന്യൂ ഡൽഹിയിൽ നിന്ന് വരാൻ തന്നെ കാരണം ഡൽഹിയിലുള്ള വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ കണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് റോളുണ്ട് ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ. വെള്ളത്തിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ്? തീർച്ചയായും നമ്മുടെ ശുചിത്വത്തിന് എല്ലാ വിധത്തിലും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെ, വളരെ നന്ദി സർ, ഒരുപാട് നന്ദി. ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഒരാൾ കൂടെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പാലക്കാട് നിന്നുള്ളൊരു കോളറാണ്, തങ്കമണി. ചോദിച്ചോളൂ. കേൾക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നുണ്ട്, കോൾ ഡ്രോപ്പ് ആയിട്ടുണ്ടാവും ചിലപ്പം. നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. കാരണം നമ്മുടെ അവശ്യ വസ്തുക്കളിലെല്ലാം തന്നെ നമ്മൾ ഇത്രയും പൊല്യൂറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ എല്ലാം പറയുന്നുണ്ട്, പൊല്യൂറ്റഡ് ആണ് എന്ന് പറയുന്നുണ്ട്. ഇത് എത്രമാത്രം ഇതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് രോഗപ്രതിരോധത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിൽ? തീർച്ചയായും നല്ലൊരു ശതമാനം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. കാരണം ശുചിത്വം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഈ സൂപ്പർ ബഗ്സ് വരാനുള്ള ഒരു കാരണമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മൃഗങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത്. മറ്റൊരു കാരണം ഈ ശുചിത്വം തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യാന്ന് പൂർണ്ണമായിട്ടും ശുചിത്വം എടുക്കാത്തത് കൊണ്ട് ഈ ഉദാഹരണത്തിന് നമ്മൾ വേറെ ഹോസ്പിറ്റലുകളിൽ കയറുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കാം. നമ്മൾ രോഗികളെ സന്ദർശിക്കാൻ പോകാറുണ്ട്. നമ്മുടെ ഈ കൈകൾ, നമ്മൾ സാധാരണ പറയാണ്ട് എൻ്റെ കൈ കറകളൊന്നും ഇല്ലാത്ത കൈയാണ്, അല്ലെങ്കിൽ ഒരു 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 ദോഷവും പിടിക്കാത്ത കൈയാണ്. പക്ഷേ ഒരു രോഗാണുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കറ നിറഞ്ഞ അവയവം നമ്മുടെ കൈകളാണ്. ഒരുപാട് അണുക്കൾ നിറഞ്ഞു നിൽക്കുന്നൊരു സംഭവമാണ് ഈ കൈകൾ. അതുകൊണ്ട് തന്നെ WHO സാധാരണ WHO ഒരു പ്രോട്ടോക്കോൾ തന്നെ ഉണ്ട് കൈ കഴുകുന്ന രീതിയെക്കുറിച്ച് തന്നെ 7 സ്റ്റെപ്പായിട്ട്. സാധാരണ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ സിസ്റ്റർമാർ ഒരു ഹാൻഡ് റബ് എന്നുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാം. അത് ഉപയോഗിക്കേണ്ട രീതി തന്നെ WHO കാണിച്ചു തന്നിട്ടുണ്ട്. ഈ H1N1 ഇൻഫെക്ഷൻ വന്നപ്പോൾ 4 വർഷം മുമ്പ് H1N1 ഔട്ട് ബ്രേക്ക് ഉണ്ടായ സമയത്ത് WHO നമ്മൾ കേന്ദ്ര സർക്കാർ ആദ്യമായി പുറപ്പെടുവിച്ചത് കൈ ശുചിത്വത്തെക്കുറിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ശുചിത്വം എന്നത് ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ഓർഗാനിസത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലൊരു റോള് തന്നെ ഉണ്ടെന്ന്. ഇതിൽ നമുക്ക് നേരത്തെ ഡ്രോപ്പായ കോളറുണ്ട്. ഇപ്പോൾ
പാലക്കാട് നിന്ന് തങ്കമണിയാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. കേൾക്കാനില്ല, കുറച്ച് ഒച്ചത്തിൽ ഹലോ പറഞ്ഞു. ഹലോ സാറേ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. 5-ാം മാസത്തിലും 9-ാം മാസം 2 ഓപ്പറേഷൻ സർജറി കഴിഞ്ഞു. ഓക്കെ. ഇപ്പോൾ റേഡിയേഷന് വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. ഇനി വരാനുള്ള സാധ്യത എന്തെങ്കിലും മരുന്ന് പെട്ടെന്നുള്ളതുണ്ടോ സാറേ? എന്തിൻ്റെ ഓപ്പറേഷനാണ് ഇത് ലൈക്ക് ചെയ്തിരുന്നത്? ഹലോ, അവർ തെറ്റി വിളിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ RCCയിലെ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കീമോതെറാപ്പിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം ആശങ്കയാണ് ഈ പറഞ്ഞ പോലെ എന്താണ്, ഏത് അസുഖം വന്ന ആളുകൾക്കും അതെങ്ങനെ ഇനി വരുമോ എന്നുള്ളൊരു കാര്യത്തിന്. കണ്ണൂരിൽ നിന്നുള്ളൊരു കോളറാണ് ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. രേഷ്മയാണ് വിളിക്കുന്നത്. രേഷ്മ, ചോദിക്കാം. ഹലോ സർ. പറഞ്ഞോളൂ രേഷ്മ, പറഞ്ഞോളൂ. സർ, നമ്മുടെ ഭക്ഷണ രീതിയിൽ എത്രമാത്രം മാറ്റം വരുത്തേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതുപോലെയുള്ള ഒരുപാട് രോഗങ്ങളെ നമുക്ക് ചെറുത്ത് നിർത്താൻ പറ്റും. നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെയാണ് ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറയണമായിരുന്നു സർ. ഭക്ഷണ രീതിയിലല്ല, ഭക്ഷണം ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം, പ്രത്യേകിച്ച് ഈ പച്ചക്കറികൾ അതുപോലെ മത്സ്യമാംസങ്ങളൊക്കെ ഉപയോഗിക്കുന്ന നല്ല കഴുകി വൃത്തിയാക്കുന്ന ഒരു ശീലം ഉണ്ടായിരിക്കാം. ഈ പച്ചക്കറികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 46%, ഇത് എൻ്റെ കണക്കുകളല്ല, WHO റീസെൻ്റായിട്ട് വന്ന കണക്കുകളാണ്, 45 ഇന്ത്യയിലെ കണക്കുകളാണ് കേട്ടോ, 46% പച്ചക്കറികളിൽ കൊളിസ്റ്റിൻ എന്ന ആൻറ്റിബയോട്ടിക്സിൻ്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. അതെങ്ങനെ വന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പോൾട്രികളിൽ ഈ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുകയും വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ഈ ആനിമൽ വേസ്റ്റ് വളമായി പച്ചക്കറികളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഈ കൊളിസ്റ്റിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് പച്ചക്കറികളിൽ പറ്റിപ്പിടിക്കുക, അല്ലെങ്കിൽ പച്ചക്കറികളിൽ വരികയും അത് കാരണം അത് നമ്മൾ കഴിക്കുമ്പോൾ എന്ത് ചെയ്യുക, അമിതമായ ആൻറ്റിബയോട്ടിക് നമ്മുടെ ശരീരത്തിലെത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ നന്നായി കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കഴുകി വൃത്തിയാക്കൽ മാത്രമല്ല അവിടെ ഒരു ഫാക്ടർ വരുന്നത്. ലൈക്ക് നമ്മൾ സാധാരണ മത്സ്യമാംസങ്ങൾ നന്നായി വേവിച്ചിട്ടാണ് കഴിക്കുക. 100 ഡിഗ്രിയിൽ വേവിച്ചാൽ നശിക്കാത്ത ആൻറ്റിബയോട്ടിക്സ് ബാക്ടീരിയകൾ കുറവാണ്. എന്നിട്ടും ഈ സൂപ്പർ ബഗ്സ് എന്ത് ഈ വഴിയിലൂടെ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണെന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരേണ്ടതാണ്. കാരണം നമ്മളതിനെന്ത് ഉപയോഗിക്കുന്നു, കത്തികൾ ഉപയോഗിക്കുന്നു, കൈകൾ ഉപയോഗിക്കുന്നു, ഫ്രിഡ്ജിൽ വെക്കുന്നു. ഈ സന്ദർഭത്തിലൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിലുള്ള അണുക്കൾ ഈ സാഹചര്യമായിട്ട് എൻവയൺമെൻറ്റിലേക്ക് ഒട്ടിപ്പിടിക്കുകയും പിന്നീട് മറ്റൊരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നു. ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആരോഗ്യപരമായിട്ട് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള ശുചിത്വങ്ങളാണ് പാലിക്കേണ്ടത്. ഏതായാലും തൃശ്ശൂരിൽ നിന്നുള്ള വിനോദിനുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു സംശയം. വിനോദിന്റെ സംശയം എന്താണ്? മാഡം ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോളൂ വിനോദ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുകയാണ്. എനിക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോറിൻ ബോഡി എന്റെ ബോഡിക്കകത്തുണ്ട്. അതായത് പല ഡോക്ടേഴ്സിനെ കാണിച്ചു, ഒരു ഇൻസെക്ട് കണക്കുള്ള സാധനമാണ്, ചെവിയിൽ കടിക്കുന്നുണ്ട്. ഫോറിൻ ബോഡി എവിടെയാണുള്ളത്? എന്ത് ഫോറിൻ ബോഡിയാണുള്ളത്? അതൊരു ഇൻസെക്ട് കണക്കാണ്, പക്ഷെ അത് വിസിബിൾ അല്ല. എവിടെയാണുള്ളത്? ചെവിയിലാണ് കൂടുതൽ. ഓക്കെ. പിന്നെ രോമമുള്ള ഭാഗത്തൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. അത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെറ്റ് പോലെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് എവിടെയാണ്? ചെവിയുടെ ലൈക്ക് നമ്മൾ ഈ പറയുന്ന ഈ പുറം ഭാഗത്താണോ ഉള്ളത്, അല്ല ഉള്ളിലാണോ ഉള്ളതെന്നാണോ സംശയം? ഉള്ളിലാണ്. ഈ മൂക്കും ചെവിയായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഭയങ്കര കടിക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ പല ഡോക്ടേഴ്സിനെ കാണിച്ചാൽ അവർ പറയുന്നത് സൈക്കോളജി പ്രോബ്ലം ആണ്. പക്ഷെ എനിക്ക് ഇത് കൂടുമ്പോഴത്തെ തലകറക്കം ഉണ്ടാവുന്നുണ്ട്, വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, ഒരു ഡിസിനസ് പോലെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും ഒരു അണു എന്നത്, ഒരു ഇൻസെക്റ്റ് എന്ന സാധനം നമ്മൾ ഇന്ന് അഡ്വാൻസ്ഡായ മെഡിക്കൽ ഫീൽഡിൽ സ്കാനിങ് സംഭവങ്ങളൊക്കെ അഡ്വാൻസ്ഡ് ആയ ഒരു കാലഘട്ടത്തിൽ മിസ്സാവാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇതുപോലെ ഫങ്ഷണലായിട്ട് നമുക്കെന്ത് ഇതുപോലെ അവസ്ഥകൾ വരാറുണ്ട്. പല ഡോക്ടർമാരും വിനോദിനോട് പറഞ്ഞ കാര്യം വാസ്തവം തന്നെയാണ്. അപ്പം അതിന് പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കുക, ഒരു അണു നിങ്ങളുടെ ശരീരത്തിലുണ്ട് എന്ന് കരുതുക. ഈ അണു നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് മാസങ്ങളോളം നിങ്ങളുടെ ശരീരത്തിൽ നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മറ്റൊരു രൂപത്തിൽ ബ്ലഡിലോ മറ്റു പരക്കുകയും അത് എന്ത് ചെയ്യാൻ ഒരു അപകടകരമായ രൂപത്തിൽ മാറുകയും ചെയ്യണമായിരുന്നു. ഇത്രയും മാസങ്ങളോ വർഷങ്ങളായിട്ട് അത് മാറിയില്ല എന്നതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ട് ഇതിന് നല്ല രൂപത്തിലൊരു കൗൺസിലിംഗ് ചെയ്യുകയാണെങ്കിൽ
ഈ ഒരു അവസ്ഥ മാറിക്കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എനിക്ക് ഈ പ്രശ്നം വന്നത് ഗൾഫിൽ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ കുറെ സെർച്ച് ചെയ്തപ്പോൾ ലൈം എന്ന് പറഞ്ഞ ഒരു ഇൻസെക്ട്, ഒരു ബഗ് സാധനം ഉണ്ടായിട്ട് അത് കാനഡ, അമേരിക്കയുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നും അതിന്റെ എക്സ് ലേ ചെയ്തിട്ട് ചില ഭാഗങ്ങൾ ബോഡി ഇരിക്കുന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. രോമമുള്ള ഒരു അണുവിൻ്റെ ലൈക്ക് സാധാരണ ലക്ഷണങ്ങൾ ഈ രൂപത്തിലല്ല പ്രകടിപ്പിക്കുക. അതിന് വേറെയും പല ലക്ഷണങ്ങൾ അസോസിയേറ്റഡ് ആയിട്ടുണ്ട് ഈ ഡിസീസുകൾക്ക്. പനി ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, വെയിറ്റ് ലോസ് ഉണ്ടാവും. ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായി. കോട്ടയത്ത് നിന്ന് ഒരാളൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ജോർജാണ് കോട്ടയത്ത് നിന്ന് വെയിറ്റ് ചെയ്യുന്നത്. ജോർജിന്റെ സംശയം എന്താണ്? സാർ, ഇങ്ങനെയുള്ള ഒരു സൂപ്പർ ബഗ് നമ്മുടെ ഒരാളിൽ വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരാളിലേക്ക് പകരുവാനുള്ള എങ്ങനെയാണ് പകരുന്നത്, അല്ലെങ്കിൽ അത് പകരുന്നത് നമുക്ക് എങ്ങനെയാണ് തടയാൻ കഴിയുക? യെസ്, വളരെ നല്ലൊരു ചോദ്യമാണിത്. ഒരു സൂപ്പർ ബഗ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രീതി എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഹോസ്പിറ്റലുകളിൽ സാധാരണ ഈ സൂപ്പർ ബഗ് വന്നു കഴിഞ്ഞാൽ, ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങളുണ്ടാവും. പനിയുടെ രൂപത്തിൽ, ക്ഷീണത്തിൻ്റെ രൂപത്തിൽ, ഛർദിയുടെ രൂപത്തിൽ, വയറ്റിളക്കത്തിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ആ അണു ഉണ്ടാക്കുന്ന ലക്ഷണങ്ങളുമായിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിപ്പെടും. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അണു ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടേ ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഈ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് അവരുമായിട്ടുള്ള ക്ലോസ് കോണ്ടാക്റ്റ് വഴി മാത്രമാണ് ഇത് നമ്മളിലേക്ക് ഒരു പരിധിവരെ പകരുന്നത്. അതുകൊണ്ട് തന്നെ രോഗസന്ദർശനം എപ്പോഴും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് രണ്ട് വിധത്തിൽ സംഭവിക്കാം. നമ്മൾ ആ രോഗിയെ പോയി പരിചരിക്കുമ്പോൾ, സ്നേഹം കൊണ്ടാണ് പരിചരിക്കുന്നത്, അവരുടെ തലോടുന്ന സമയത്ത്, കൈ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൈകളിൽ ഈ അണുക്കൾ വരാൻ സാധ്യമാകുന്നു. ഈ അണുക്കൾ നമ്മളെ സംബന്ധിച്ചോളം ചിലപ്പോൾ ആ സമയങ്ങളിൽ രോഗമുണ്ടാക്കുന്നില്ല, കാരണം നമ്മുടെ പ്രതിരോധ ശക്തി ഉന്നതമായ നിലയിൽ നിൽക്കുന്ന അവസ്ഥയാണ്. പക്ഷേ പിന്നീട് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മുടെ പ്രതിരോധ ശക്തി കുറയുന്ന സമയത്ത് ഈ കയ്യിൽ വന്ന ബാക്ടീരിയ ആ സമയത്ത് ചിലപ്പം വായിലൂടെ ശരീരത്തിലെത്തിയിട്ടുണ്ടാവും, ആക്റ്റീവായി മാറും. അങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പരക്കുന്നത്. മാത്രവുമല്ല, നമ്മളെന്ത് ചെയ്യുന്നു, ഈ രോഗിയെ സന്ദർശിച്ചു, അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. ആ വീട്ടിലേക്ക് പോകുന്ന നമ്മുടെ കുടുംബം, ബന്ധുക്കളുമായിട്ട് കൈ കൊടുക്കുന്നു, കൂടെ നിൽക്കുന്നു. അവരിലേക്കും ഇത് പകരാനുള്ള സാധ്യതയുണ്ട്. ഈ അണു പകരുകയല്ല, അണു എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും മറ്റൊരു സാഹചര്യം കാരണം, വേറൊരു ഇൻഫെക്ഷൻ കാരണമോ, അല്ലെങ്കിൽ ശരീരത്തെ പ്രതിരോധം കയറുന്ന അവസ്ഥ, എന്തെങ്കിലും ഒരു ഹാർട്ട് അറ്റാക്ക് പോലത്തോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന സ്ട്രോക്ക് പോലത്തോ, അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെ പ്രതിരോധ ശക്തി കുറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ അണു ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആവുന്നു, നമ്മുടെ ബോഡിയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഇതാണ്. അതുകൊണ്ട് തന്നെ രോഗിയെ പരിചരിക്കുന്ന സമയത്ത് നല്ല രൂപത്തിലുള്ള ഹാൻഡ് ഹൈജീൻ കീപ്പ് ചെയ്യുക, അതുപോലെ കോണ്ടാക്ട്സ് കഴിയുന്നതും കുറക്കുക എന്നതും കൂടി ആണ് ഈ ഒരു വിഷയം തടയാനുള്ള കോണ്ടാക്റ്റ് ഐസൊലേഷൻ, അല്ലെങ്കിൽ കോണ്ടാക്ട്സ് കഴിയുന്നത്ര കുറക്കുക എന്നതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ ഡോക്ടർ തുടരുന്നു. ഡോക്ടർ മുഹമ്മദ് അഫ്രോസ് ആണെന്ന് നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത്. ഡോക്ടർ എപ്പോഴും വായിച്ചിട്ടുണ്ട്, ഒരുപാട് പഠനങ്ങളിലൂടെയും അല്ലാതെയൊക്കെ റിപ്പോർട്ട്സിലെല്ലാം വായിച്ചിട്ടുണ്ട്, കേരളത്തിൻ്റെ ആരോഗ്യമേഖല ഒരുപാട് അഡ്വാൻസ്ഡ് ആണെന്ന്. സത്യം പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസ് പോലും പലപ്പോഴും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. ഇതൊക്കെ നിലനിൽക്കെ തന്നെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ഡിസീസും പകർന്നു വരുന്നതെല്ലാം തന്നെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. കേരളത്തിൽ അത് വലിയ തോതിൽ അത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കൂടുതലായി കാണുന്നു എന്നുള്ളത്. നമ്മുടെ കേരളത്തിലെ ഹെൽത്ത് സ്റ്റാൻഡേർഡിനെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു വെസ്റ്റേൺ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുക, വെസ്റ്റേൺ ഇൻഡെക്സിനോട് മാച്ച് ചെയ്യുന്ന ഒരു ആരോഗ്യ മേഖല, അത്രയും ഡെവലപ്പ് ചെയ്ത ഒരു ആരോഗ്യ മേഖലയായിട്ടാണ് നമ്മൾ കേരളത്തിന് വിശേഷിപ്പിക്കാറ്. പക്ഷേ എന്നിട്ടും ഈ ചിക്കൻ ഗുനിയ പോലത്തെ, ഡെങ്കു പോലത്തത്, ഡിഫ്തീരിയ പോലത്തത്, അല്ലെങ്കിൽ നിപ്പ പോലത്തെ, അല്ലെങ്കിൽ എലിപ്പനി പോലത്തെ അസുഖങ്ങൾ കേരളത്തിൽ കാണുന്നില്ല എന്നതാണല്ലോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് കാണുന്നില്ല. ഇതിന് രണ്ട് ഉത്തരങ്ങളുണ്ട്. ഒന്ന് നല്ല വശമാണ്, ഒന്ന് ചീത്ത വശമാണ്. നല്ല വശം ആദ്യം പറയാം. ഇത് കേരളത്തിൽ കൂടുതലുള്ളത് കൊണ്ടല്ല, നമ്മുടെ റിപ്പോർട്ടിംഗ് സിസ്റ്റം, കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് ഹെൽത്ത് സെക്ടറിലെ റിപ്പോർട്ടിംഗ് സിസ്റ്റം വളരെ പെർഫെക്റ്റാണ്. ഈ റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ശരിക്കും സത്യസന്ധമായ ഡാറ്റാസ് നമുക്ക് കിട്ടുന്നുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളും എന്ത് ചെയ്യുക, ഇതുപോലുള്ള ഡാറ്റാസ് എന്ത് ചെയ്യുക, മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് നല്ലൊരു ഉദാഹരണമാണ് നിപ്പ ഔട്ട്ബ്രേക്ക് ഉണ്ടായ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ വ്യക്തമായിട്ട് ഉത്തരം കൊടുത്തു. 18 കേസുകളുണ്ടായിരുന്നു, 16 മരണങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ ഇൻഡെക്സ് കേസായിരുന്നു, അത് ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഈ സത്യസന്ധമായ റിപ്പോർട്ടിംഗ് ആണ് നമുക്കെന്ത് ചെയ്യുക, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് കൂടുതലുണ്ട് എന്ന് തോന്നാൻ കാരണം. അല്ലാതെ എന്ത് ചെയ്യുക, കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലല്ല, അതാണ് ശരിക്കുള്ള വാസ്തവം. പക്ഷേ അതിന് ചീത്ത വശം, മറ്റൊരു വശം മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിന് അതിനൊരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്.
കാരണം കേരളത്തിലെ ജനങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ശുചിത്വ പാലനത്തിലൊക്കെ ഭക്ഷണ രീതിയിലും ബാത്റൂം സിസ്റ്റത്തിലൊക്കെ വളരെ പെർഫെക്റ്റാണ്. പക്ഷേ ഈ വേസ്റ്റ് ഡിസ്പോസൽ, അതായത് നമ്മൾ എന്ത് ചെയ്യാൻ നേരെ രാവിലെ നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണും കാറിലൂടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നു, അവിടെ ഇൻസെക്റ്റുകൾ വരുന്നു, അണുക്കൾ വരുന്നു, കുമിഞ്ഞു കൂടും. ഇതാണ് ഇപ്പോൾ റീസെൻറ്റ് ഫ്ലഡ് ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ്, എല്ലാ വേസ്റ്റുകളും അടിഞ്ഞ് റോഡുകളിലേക്ക് വന്നൊരവസ്ഥ. ഇത് കേരളത്തിലെ ആരോഗ്യ മേഖലയെ തീർച്ചയായും ബാധിക്കുന്നുണ്ട്. മറ്റൊന്ന് ഈ വാക്സിനേഷനോടുള്ള ഒരു അലർജി, മനസ്സിലായില്ലേ? അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ കേരളത്തിലൊരു ആൻറ്റി വാക്സിൻ ലോബി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലൈക്ക് ആ ഒരു ലോബി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ആരോഗ്യ മേഖലയെ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു കോളറുടെ സംശയം, നമുക്കതൊന്ന് ഖത്തറിൽ നിന്നാണ് അദ്ദേഹം വിളിക്കുന്നത്, കുറച്ചേറെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡെനീസ്, ചോദിച്ചോളൂ, എന്താണ് സംശയം? ഡെനീസ് പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ പൊതുവെ കുട്ടികളിലാണല്ലോ ഇമ്മ്യൂണിറ്റി കുറവാന്ന് പറയുന്നത്. അപ്പം എത്രമാത്രം ഈ സൂപ്പർ ബഗ്സിനെ എക്സ്പോസ്ഡ് ആണ് കുഞ്ഞുങ്ങളെ, അവർക്ക് കാരണം വരാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന്, ലൈക്ക് തുടർച്ചയായ പനി വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയാം ഡോക്ടർ. ഡാനിഷ്, അതൊരു തെറ്റിദ്ധാരണയാണ്, കുട്ടികളിൽ ഇമ്മ്യൂണിറ്റി കുറവാണെന്നത്. ഇനിയിപ്പോൾ ജനിച്ച കുട്ടികളുടെ എടുക്കാൻ തന്നെ അമ്മയുടെ മുലപ്പാൽ എന്നത് ഇത്രയും നല്ല പ്രതിരോധ ശക്തി കിട്ടുന്ന ഒരു സാധനം മറ്റൊന്നില്ല. അത് കഴിഞ്ഞാലും മുതിർന്നവരെക്കാൾ കുട്ടികൾക്കാണ് പ്രതിരോധ ശക്തി കൂടുതൽ. മുതിർന്നവർക്ക് പ്രതിരോധ ശക്തി കുറയാൻ പല കാരണങ്ങളുണ്ട്. ഡയബറ്റീസ് ഉണ്ടാവാം, COPD പോലത്തെ ശ്വാസകോശത്തിൻ്റെ അസുഖങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ മറ്റ് പ്രതിരോധ ശക്തി കുറയുന്ന അസുഖങ്ങൾ പലതും ഉണ്ടാവാം. കുട്ടികളുടെ പ്രതിരോധ ശക്തി കൂടുതലാണ് മുതിർന്നവരെ കമ്പയർ ചെയ്യുന്നുള്ളത്. പിന്നെ അതിനെ അസോസിയേറ്റ് ആയി നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം. അതായത് ജലദോഷം, പനി കാര്യങ്ങളൊക്കെ വരുന്നു, അതും ഈ സൂപ്പർ ബഗും തമ്മിലുള്ള ബന്ധം എന്തുന്നത് മനസ്സിലാക്കേണ്ടത്. 80% അല്ലെങ്കിൽ കുട്ടികളിൽ വരുന്ന ഈ നമ്മുടെ ജലദോഷം അല്ലെങ്കിൽ ചുമ, കഫക്കെട്ട് എന്ന് പറയുന്നത് വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ളതാണ്. 70% വയറ്റിളക്കം കുട്ടികൾ സാധാരണ കണ്ടുവരുന്നത് അത് വൈറസ് കൊണ്ടുള്ളതാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ വേറെ മറ്റ് അലർജിയോ മറ്റ് കാരണങ്ങൾ കൊണ്ടുള്ളതാണ്. പക്ഷേ ഇതിന് വേണ്ടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ആൻറ്റിബയോട്ടിക്സുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷനായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ച് ചികിത്സിക്കേണ്ട ആവശ്യമില്ല. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി മറ്റൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഓവർ ദ കൗണ്ടർ സെയിൽ ഓഫ് ആൻറ്റിബയോട്ടിക്സ് എന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ. കാരണം നമുക്ക് ഈ ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ സാധാരണ എൻ്റെ മോനിക്ക് ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് ഒരു വയറ്റിളക്കം ഉണ്ടായി, ഉടനെ മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവരോട് ഇതിനുള്ള മരുന്ന് ആദ്യം നിങ്ങളെ കയ്യിൽ കിട്ടും ഒരു ആൻറ്റിബയോട്ടിക് ആയിട്ട്. അത് ആൻറ്റിബയോട്ടിക് മിസ്യൂസ് ചെയ്യലാണ്, എൻ്റെ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കലല്ല. ഈ മിസ്യൂസാണ് ഭാവിയിൽ മറ്റൊരാളിലോ അല്ലെങ്കിൽ നാട്ടിലോ സൂപ്പർ ബഗ്സിനെ സൃഷ്ടിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ, കറക്റ്റ്. കുറിപ്പടി ഇല്ലാതെ ഇല്ല, ഇന്ത്യയിലും ഇല്ല എന്നല്ല. ഇന്ത്യയിൽ 2013 H1 മോഡിഫൈഡ് റൂൾ എന്ന് പറഞ്ഞൊരു റൂൾ ഉണ്ടായിരുന്നു. 24 ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ഓവർ ദ കൗണ്ടർ കുറിപ്പടി ഇല്ലാതെ കൊടുക്കാൻ പാടുണ്ടായിരുന്നില്ല. പക്ഷേ ആ റൂൾ ഉണ്ടായെങ്കിലും അതിനെ ഗവൺമെൻറ് തലത്തിൽ ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല എന്നതാണ് വാസ്തവം. പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്, അദ്ദേഹം കേട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും. നമുക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം ഒരിടവേളയിലേക്ക്. കോഴിക്കോട് മേത്ര ഹോസ്പിറ്റലിലെ ഡോക്ടർ മുഹമ്മദ് അഫ്രോസ് ആയിരുന്നു ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ ഡോക്ടറിൽ ചേർന്നിരുന്നത്. ഏതായാലും നിരവധി ആളുകൾ അദ്ദേഹത്തിനോട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള സംശയങ്ങൾക്ക് നിവാരണം പറ്റുന്നുണ്ട്. എന്തായാലും ഡോക്ടർ വളരെയധികം തിരക്കിനിടയിൽ നമ്മുടെ ഡോക്ടറിൽ പങ്കാളിയതിന് വളരെയധികം സന്തോഷം. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം.